നടൻ എന്നതിലുപരി പ്രേം നസീറിൻ്റെ മകൻ എന്ന നിലയിൽ കൂടി മലയാളികളുടെ സവിശേഷമായ സ്നേഹം ലഭിച്ച ആളാണ് അന്തരിച്ച ഷാനവാസ്. സൗമ്യ മുഖമായിരുന്നു. മലയാളത്തിലും തമിഴിലും ഉൾപ്പെടെ വേഷം ഇട്ടിട്ടുണ്ട്. പ്രേം നസീറിനൊപ്പവും ആദ്യകാലത്തെ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? സംസ്കാരം ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? രതീഷ്, കഴിഞ്ഞ ദിവസം രാത്രി 7:30 കൂടിയാണ് ഷാനവാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക സംബന്ധമായ അസുഖവുമായി പ്രവേശിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മൂർച്ഛിക്കുകയായിരുന്നു. ഏകദേശം 11:40 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. തുടർന്ന് 12:30 കൂടി തന്നെ മൃതദേഹം വഴുതക്കാട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിച്ചു. അവിടെയായിരുന്നു രാത്രി മുഴുവൻ മൃതദേഹം. പക്ഷേ മൃതദേഹം കാണുന്നതിന് വേണ്ടിയിട്ടോ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് പ്രവേശനമില്ലായിരുന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കൊന്നും തന്നെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ലായിരുന്നു. അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമായിരുന്നു മൃതദേഹം കാണാൻ ഒരു അനുമതി ഉണ്ടായിരുന്നു. പിന്നീട് രാവിലെ 9:30 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കുളിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തിച്ച മൃതദേഹമാണ് ഇപ്പോൾ പൊതുദർശനത്തിനായി വച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പൊതുദർശനത്തിനും ബന്ധുക്കൾക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. തുടർന്ന് ഇപ്പോൾ മറ്റെല്ലാവർക്കും അനുമതിയുണ്ട്. അദ്ദേഹത്തിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ, മുൻ DCC പ്രസിഡന്റ് പാലോട് രവി, അതുപോലെ തന്നെ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവരൊക്കെ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി